അപ്പോൾ ഇതൊരു ബാംഗ്ലൂർ വ്ലോഗാണ്. നമ്മൾ ആലുവയിൽ നിന്നായിരുന്നു പോയായിരുന്നത്. സാം ട്രാവൽസിൻ്റെ ബസ്സിലാണ് പോയത്. നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബസ്സായിരുന്നു. നമുക്ക് അവർ ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളി ഒരു ബസ്സായിരുന്നു അത്. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ബസ് ആലുവയിലെത്തുന്നത്. ഓൾമോസ്റ്റ് രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ബാംഗ്ലൂർ എത്തും. നമ്മൾ റൂമിലേക്ക് എത്തി ഫ്രഷ് ആയിട്ട് ആദ്യം തന്നെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് പോയിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പുട്ടൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് യൂബറും അതുപോലെ തന്നെ ബസ്സും ആയിരുന്നു പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യം പോയത് ഒരു സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ബസ്സാണ് എടുത്തായിരുന്നത്. അവിടുത്തെ ബസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ അത്ര ചാർജസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ലേഡീസിനൊക്കെ അവിടെ ഫ്രീ ആണ്. എന്നുവെച്ചാൽ അവിടെയുള്ള ലേഡീസിന് ഫ്രീ ആയിട്ടാണ് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുക. ആധാർ കാർഡ് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സൈഡിൽ കൂടി ഇതുപോലെ നിറച്ച് കടകളൊക്കെ കാണാൻ പറ്റും. ഫ്രൂട്ട്സ് ആണെങ്കിലും പൂക്കളൊക്കെ ആണെങ്കിലും വിൽക്കുന്ന ഒത്തിരി കടകൾ കാണാൻ പറ്റും. രാവിലെ എസ്പെഷ്യലി നമുക്ക് ഒത്തിരി കടകൾ കാണാൻ പറ്റും. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ആദ്യം പോയിരുന്നത് ലാൽബാഗിലേക്കാണ്. ലാൽബാഗ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗാർഡനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെയായിട്ട് 1-2 സ്റ്റോൾസ് ഇങ്ങനത്തെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേനും നമുക്ക് പ്ലാസ്റ്റിക്സോ ഫുഡ് ഐറ്റംസോ ഒന്നും അലൗഡ് അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് അത്ര നല്ലതല്ലെങ്കിൽ പോലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചത്. ലാൽബാഗിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു കാട്ടിലൊക്കെ കയറിയ അങ്ങനത്തെ ഒരു ഫീലാണ്. നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഏത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാലും അവിടെ ഒത്തിരി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ലാൽബാഗിന് ഇതുപോലെ പല ഗേറ്റ്സ് ഉണ്ട്. നമ്മൾ ഏതിൽ കൂടെ പോയാലും നല്ല വ്യൂസൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അവിടുത്തെ വാട്ടർഫോൾ കാണാൻ പറ്റിയായിരുന്നു. കറക്റ്റ് നമ്മൾ നടന്ന് കുറച്ച് ചെന്നപ്പോഴത്തേനും നല്ല രസമായിട്ട് വെള്ളമൊക്കെ വീഴുന്ന കണ്ടു. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റിയായിരുന്നു. ഇത് ആക്ച്വലി ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. അപ്പോൾ ഇതിന് ഓരോ മണിക്കൂറിൽ ഒരു 15 മിനിറ്റ് വീതമാണ് ഈ ഒരു വാട്ടർഫോൾ അവിടെ റൺ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ വാട്ടർഫോൾ പോലെ നമുക്ക് തോന്നിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെന്തോ കറക്റ്റ് ടൈമിലായിരുന്നു ചെന്നായിരുന്നത്. അറിഞ്ഞുകൊണ്ടല്ല, ബട്ട് കറക്റ്റ് ടൈമിലായിരുന്നു ചെന്നായിരുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണെന്ന് മനസ്സിലായത്. ഒത്തിരി പേര് അവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റാതെ ഡിസപ്പോയിൻ്റ് ആയി പോയവരും ഉണ്ട്. ബട്ട് നമുക്കെന്തോ നല്ലൊരു ടൈമിംഗ് ആയിപ്പോയി. ഇത് കണ്ടു, വെള്ളത്തിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല രീതിക്ക് കുറഞ്ഞിട്ടില്ല. ഇതുപോലെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ എവിടെ തിരിഞ്ഞാലും ഇതുപോലത്തെ കുറേ ബേർഡ്സിനെ കാണാൻ പറ്റും. പിന്നെ പട്ടികളെ കണ്ട് നടക്കാൻ വരുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും. ഇത് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പോണ്ടാണ്. ഒരു എന്താ പറയുക, ഒരു പിൻട്രസ്റ്റി വൈബിൽ നല്ലൊരു എസ്തെറ്റിക് ലുക്കിൽ നല്ല രസമുള്ളൊരു പോണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ വാട്ടർഫോൾ കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു വാക്ക് വേ അവരിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടെ നടക്കാം. ഒത്തിരി ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മളധികം ഇങ്ങനെ നടന്നു പോകുന്നില്ല. പക്ഷേ ഫോറിനേഴ്സൊക്കെ അത്യാവശ്യം ഇതിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അത് അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് വേറെ റോട്ടിലിട്ടാണ് നമ്മൾ ചെല്ലുക. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഫ്രണ്ടിട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല രസമുള്ളൊരു എന്താ പറയുക, ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ നല്ല ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, റിലാക്സ് ചെയ്ത് ഒരു പിക്നിക് വൈബിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് കാണാനുള്ളത്. നല്ല രസമാട്ടോ. അതിൽ കൂടെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ പല ടൈപ്പ് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മരത്തിനും അവരിങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര നാൾ മുന്നേ ഉള്ളതാണ്, എന്താണ് ഈ മരത്തിൻ്റെ പ്രത്യേകത, മരത്തിൻ്റെ പേരെന്താണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് മരങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും കണ്ട് എക്സ്പീരിയൻസ് ഉള്ള മരങ്ങൾ. പക്ഷേ അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി മരങ്ങളും അവിടെ ഉണ്ട്. നല്ല രസമാട്ടോ അതും കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതുണ്ടോ, ഇത് നല്ലൊരു എന്താ പറയുക, ശരിക്കും ഒരു എസ്തെറ്റിക്കലി നമ്മൾ ഈ ബുക്കിൻ്റെയൊക്കെ പുറകെ കാണുന്ന അങ്ങനത്തെ ഒരു ഫോട്ടോ പോലത്തെ ഒരു സ്ഥലം പോലെ ഇല്ലേ. ഇത് അവിടുത്തെ എന്തോ സ്റ്റോർ റൂമോ എന്തോ ഓഫീസോ അങ്ങനെ എന്തോ ആണ്. ബട്ട് പെട്ടെന്ന് ആ ഒരു ഫുൾ ഗ്രീനറീൻ്റെ ഇടയിൽ ചെറിയൊരു മെറൂൺ റെഡിഷ് ഷെയ്ഡൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഡോഗ്സ്. അവിടെ ലൈക്ക് നോർമലി ഫ്രീ ആയിട്ട് നടക്കുന്ന കുറേ ഡോഗ്സ് ഉണ്ട്. അതുപോലെ ഡോഗിനെ കൊണ്ട് ഒത്തിരി ആൾക്കാർ വാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട്. പെറ്റ്സിനെ കൊണ്ട് വരുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ ഗാർഡൻ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ പോയില്ലായിരുന്നു. ബട്ട് പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് നടക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അവിടെ ഇങ്ങനെ ഒത്തിരി സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പഴയ രാജാക്കന്മാരുടെയൊക്കെയാൻ തോന്നുന്നു, അറിയില്ല. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും. പിന്നെ നമുക്ക് അവിടെ ഒത്തിരി പല പല ടൈപ്പ് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. നല്ല രസമുള്ള, എന്താ പറയുക, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഹോർട്ടിക്കൾച്ചർ ലൈബ്രറി മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബോർഡ് ഉണ്ടോ, നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മിസ്സു എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, ഫുഡും നല്ലായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട അവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അവരെന്ത് അടിപൊളിയായിട്ട് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നറിയോ. ചൈനീസ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൈസൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. ഭയങ്കര കൂടുതലൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് കൂടുതലായിരുന്നു. പക്ഷേ ഫുഡും അതുപോലത്തെ അവിടുത്തെ കസ്റ്റമർ സർവീസും ആംബിയൻസും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ ഒത്തിരി കൂടുതലായിട്ട് ഒരിക്കലും തോന്നത്തുമില്ല. നമ്മളവിടെ നിന്ന് ഫസ്റ്റ് കഴിച്ചത് ബീഫിൻ്റെ ഡിഷായിരുന്നു. നല്ല അടിപൊളി ഡിഷായിരുന്നു കേട്ടോ. അയ്യോ പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഡംപ്ലിങ്ങും പിന്നെ വേറെ ഒരു സംഭവം, എൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷേ ഇങ്ങനെ ഒരു കിഴിയൊക്കെ കിട്ടിയ പോലത്തെ ഒരു സംഭവമായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. ഡംപ്ലിങ് ഭയങ്കര സോഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് അല്ല, എന്നാൽ ഫ്രൈഡ് റൈസൊക്കെ പോലത്തെ ഒരു സംഭവം, അതിൽ ചിക്കൻ ടിക്കയൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.